വിലക്കപ്പെട്ട പ്രണയം ഭാഗം 10. കുറച്ചുനേരം അങ്ങനെ വെറുതെ ഇരുന്ന് മനസ്സിനെ ഒന്ന് വരുതിയിലാക്കി. ശേഷം വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ അന്വേഷിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഡിഗ്രി തന്നെ ഓൺലൈനായിട്ട് ഡിസ്റ്റൻ്റായിട്ട് എടുത്താലോ എന്ന ചിന്ത ആമിയിൽ വന്നത്. അങ്ങനെ ഡിഗ്രി തന്നെ എടുക്കാമെന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. മുറിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശി അവളെ വിളിക്കുന്നത് കേട്ടത്. വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എവിടെയായിരുന്നു നീ? കുറേ നേരമായല്ലോ ഞാൻ വിളിക്കുന്നത്. അങ്ങോട്ടെത്തിയപ്പോൾ തന്നെ മുത്തശ്ശി അവളോട് കാര്യം തിരക്കി. അല്ലെങ്കിൽ ഒരു തവണ വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്തുന്നവളാണ്. ഞാൻ മുറിയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശി വിളിച്ചത് കേട്ടില്ല. ആമി പറഞ്ഞതിന് മുത്തശ്ശി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ഇനി എന്താണ് പഠിക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് തീരുമാനിച്ചോ? അത് മുത്തശ്ശി, ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി എടുത്താലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് നിനക്ക്. മുത്തശ്ശി തൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആമി അതിനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. മുത്തശ്ശി എന്താ വിളിച്ചതെന്ന് പറഞ്ഞില്ല. അതോ, കാലുവേദനയ്ക്ക് ഡോക്ടർ അന്ന് ആശുപത്രിയിൽ നിന്നൊരു ഓയിൻമെൻറ്റ് എഴുതി തന്നിരുന്നില്ലേ? അതെവിടെ വെച്ചു? ഇവിടെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് കാണുന്നില്ലല്ലോ. കാലുവേദനയുടെ മരുന്നെല്ലാം ഞാനൊരു പാത്രത്തിലാക്കി ദാ അലമാരയുടെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു തരാം. ആമി തന്നെ അത് പാത്രത്തിൽ നിന്ന് എടുത്തു കൊടുത്തു. എന്താ മുത്തശ്ശി, ഇപ്പോൾ കാലുവേദന എടുക്കുന്നുണ്ടോ? പാത്രത്തിൽ നിന്ന് മരുന്നെടുക്കുന്നതിൻ്റെ ഇടയിൽ ആമി മുത്തശ്ശിയോട് ചോദിച്ചു. വലിയ വേദനയൊന്നുമില്ല, ഉള്ളിൽ ചെറിയൊരു വലിച്ചില് പോലെ, അല്ലാതെ വല്ലാത്ത വേദനയല്ല. ആമി തന്നെ മരുന്നെടുത്ത് മുത്തശ്ശിക്ക് പുരട്ടി കൊടുക്കുകയും ചെയ്തു. എബി പറഞ്ഞ കാര്യങ്ങളൊന്നും ആമി മുത്തശ്ശിയോട് പറയാൻ നിന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇനി അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തനിക്ക് നേരെ ഉണ്ടായിരുന്നാൽ താൻ തന്നെ അതിന് പരിഹാരമായിട്ട് അവനോട് തിരികെ എന്തെങ്കിലും പറയും എന്നും അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. ഒരു മാസത്തിന് ശേഷം ഇന്ന് ആമി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അഡ്മിഷനൊക്കെ ക്ലോസ് ആയി എങ്കിലും മുത്തശ്ശിയുടെ പരിചയത്തിലുള്ള ആൾ തന്നെയാണ് അവൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ റെക്കമെൻഡേഷനിൽ അവർ അഡ്മിഷൻ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമി വെറുതെ വരണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിരുന്നാലും ഗാർഡിയനായിട്ട് ആരെങ്കിലും ഒരു കൂട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുമെന്ന് പറഞ്ഞു. എബി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആമി പഠിക്കാൻ പോകുന്ന കാര്യവും മുത്തശ്ശി ഇടപെട്ട് അവൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത കാര്യവും ഒന്നും അവൻ അറിഞ്ഞിട്ടുമില്ല, മുത്തശ്ശിയായിട്ട് അവനോട് പറഞ്ഞിട്ടുമില്ല. രാവിലെ 8 മണിയായപ്പോൾ തന്നെ മുത്തശ്ശി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആമിക്ക് പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ അവളിപ്പോൾ റെഡിയാവാൻ കയറിയിട്ടേ ഉള്ളൂ. രാവിലെ ജോഗിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എബി കാണുന്നത് എവിടെയോ പോകാൻ തയ്യാറായി ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്ന മുത്തശ്ശിയെയാണ്. അമ്മാമ്മ ഈ രാവിലെ തന്നെ എവിടെ പോകുക? അവൻ അത് കണ്ടതും കാര്യം തിരക്കി. സാധാരണ ഇങ്ങനെ രാവിലെ തന്നെ റെഡിയായിരിക്കുന്നത് പള്ളിയിൽ പോകാനാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പള്ളിയിൽ രാവിലെ 7 മണിക്കാണ് കുർബാന. ഇതിപ്പോൾ 8 മണിയായപ്പോൾ യാത്രയായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ കാര്യം തിരക്കി. ഞാനൊന്ന് സെയിൻറ്റ് ആൻ്റണീസ് കോളേജ് വരെ പോവുകയാണ്. കോളേജിലേക്കോ? അവിടെ എന്ത് കാര്യത്തിന് പോകുന്നു? അവനത് ചോദിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ആമി ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. എബി ആമിയെയും മുത്തശ്ശിയെയും മാറി മാറിയൊന്ന് നോക്കി. അതോ, അവിടെ ആമി മോൾക്ക് അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെല്ലാം വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുത്തശ്ശി പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്ത്? ചെവി കേൾക്കുന്നില്ലേ നിനക്ക്? ഇവൾക്ക് അഡ്മിഷൻ റെഡിയാക്കാൻ വേണ്ടി കോളേജ് വരെ പോവാണെന്ന്. വാട്ട്? ഇവൾക്ക് അഡ്മിഷൻ റെഡിയാക്കാൻ വേണ്ടി അമ്മാമ്മ പോകുന്നു? ഓ ഗോഡ്! അവന് മുത്തശ്ശി പറയുന്നത് കേട്ടപ്പോൾ തന്നെ വിശ്വസിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. അമ്മാമ്മയ്ക്ക് എന്താ വട്ടാണോ? അവൻ അവിടെ വെച്ച് തന്നെ അത് തുറന്നു ചോദിച്ചു. അത് കേട്ടതും മുത്തശ്ശി അവനെ ഒന്ന് ഇരുത്തി നോക്കി. ഇങ്ങനെ തുറിച്ചെന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യമാണ് ചോദിച്ചത്. അമ്മാമ്മയ്ക്ക് എന്താ വട്ട് വല്ലതുമാണോ? ഒരു പരിചയമില്ലാത്ത ഇവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആമി അവൻ്റെ സംസാരത്തിൽ ആകെ സ്തംഭിച്ചതുപോലെ ആയിപ്പോയി. അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. എബി, സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഒരു പരിചയമില്ലാത്ത എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന് ഇവൾക്ക് വേണ്ടി എന്തിനാ അമ്മാമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിച്ചതാണ്. ഗൗരവത്തിലായിരുന്നു അവൻ്റെ സംസാരം മുഴുവൻ. മുത്തശ്ശി ആമിയെയാണ് ചോദിച്ചത്. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ അതെങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നായിരുന്നു മുത്തശ്ശിയുടെ ആലോചന മുഴുവൻ. മിസ്റ്റർ എബിൻ എബ്രഹാം, എനിക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദത ഭേദിച്ചുകൊണ്ട് ആമിയുടെ ശബ്ദം അപ്പോഴേക്കും അവിടെ ഉയർന്നിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ എബിയും മുത്തശ്ശിയും ഒരുപോലെ അവളെ നോക്കി. കാരണം ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, ഞാൻ പഠിക്കാൻ പോകുന്നതിലുള്ള പൈസയുടെ ചിലവുകളൊക്കെ മുത്തശ്ശിയാണ് ഏറ്റെടുക്കുന്നതെന്ന് കരുതിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒച്ചപ്പാടെടുക്കുന്നതെങ്കിൽ അത് വെറുതെയാണ്. എൻ്റേതായിട്ടുള്ള എല്ലാ ചിലവുകളും ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. അല്ലാതെ സാമ്പത്തികമായിട്ട് ഞാൻ ഒരു സഹായത്തിനും മുത്തശ്ശിയോട് ആവശ്യപ്പെട്ടിട്ടില്ല.
പിന്നെ മുത്തശ്ശി ആകെ എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായം എന്ന് പറയുന്നത് അഡ്മിഷൻ ക്ലോസ് ആയിട്ടും കോളേജിൽ വിളിച്ച് പറഞ്ഞ് റെക്കമെൻഡേഷൻ വഴിയായിട്ട് എനിക്ക് അഡ്മിഷൻ ശരിയാക്കി തന്നു എന്നത് മാത്രമാണ്. ഇന്നവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. മുത്തശ്ശിയോട് വരണ്ട, ബുദ്ധിമുട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. എങ്കിലും മുത്തശ്ശി എനിക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ദൈവത്തെ ഓർത്ത് അതിന് തടസ്സം ഉണ്ടാക്കരുത്. ഇത്രയും നേരമുള്ള അവൻ്റെ വർത്തമാനവും ഷോയും ഒക്കെ സഹിക്കാൻ വയ്യാത്തതുപോലെ ആമി തിരികെ പറഞ്ഞു പോയി. കണ്ടല്ലോ അമ്മാമ്മ, കണ്ടല്ലോ, എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൾ, ഇവിടുത്തെ വെറും ഒരു സെർവൻറ്റ്. അവളാണ് ഇന്നിവിടെ എന്നോട് ഇത്രയും അധികാരത്തോടെ സംസാരിച്ചത്. എന്നിട്ടും ഇതൊക്കെ ഇത്രയും നേരിൽ കണ്ടിട്ടും അമ്മാമ്മയ്ക്കൊന്നും തിരികെ പറയാനില്ല അല്ലേ? എബി ചോദിക്കുന്നത് കേട്ടതും ആമി മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശിയും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തും നേരിടാനുള്ള ശക്തി അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തെല്ലും ഭയം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. എനിക്കിതിലൊന്നും പറയാനില്ല ബി, ഇത് നീ അവളോട് ചോദിച്ചു വാങ്ങിയതാണ്. അവളോട് ഇത്രമാത്രം ദേഷ്യപ്പെടാനും അവളെ ഇത്രമാത്രം പിണങ്ങാനും മാത്രം എന്ത് തെറ്റാണ് അവൾ നിന്നോട് ചെയ്തത്? ഞാൻ തീർത്തും എൻ്റെ ഇഷ്ടത്തിനാണ് അവളുടെ കൂടെ കോളേജിൽ പോകുന്നതും അതുപോലെ അവൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. അതിലെനിക്ക് നിന്നോടെന്നല്ല ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എബി പറഞ്ഞതൊന്നും മുത്തശ്ശിക്കും ഇഷ്ടമായിട്ടില്ല എന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആമിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ കാട്ട്. ഒടുക്ക അവളുടെ കയ്യിൽ നിന്ന് തന്നെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ മുത്തശ്ശി പഠിക്കും. ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ടേബിളിലേക്ക് എറിഞ്ഞിട്ട് കൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. നിന്റെ മമ്മിയുടെ സ്വഭാവം എടുത്ത് എന്നെ തോൽപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അവളുടെ മുന്നിൽ ഞാൻ ഇതുവരെ തോറ്റു കൊടുത്തിട്ടില്ല. പിന്നെയാണ് നിന്റെ മുന്നിൽ. അറിയാലോ എന്നെ. സ്റ്റെപ്പ് കയറി പോകുന്നവനെ നോക്കി മുത്തശ്ശി വിളിച്ചു പറഞ്ഞുവെങ്കിലും അത് വകവയ്ക്കാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. ആമി, വരാൻ നോക്ക്. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കാറിൻ്റെ കീയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. മുത്തശ്ശി, സാറ്. കാറിലേക്ക് കയറിയിരുന്നപ്പോൾ അവൾ ആകുലതയോടെ മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവനെ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അയാൾ തന്നിലും മുകളിലിരിക്കുന്ന ആളാണ്. താൻ ബഹുമാനിക്കേണ്ടിയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കുറ്റബോധം അവളുടെ മനസ്സിൽ അന്നേരം ഉടലെടുത്തു. അവൻ്റെ തന്നിഷ്ടത്തിന് ജീവിക്കാനാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി അവൻ ഞാനെടുക്കുന്ന തീരുമാനങ്ങളെ മാറ്റിയെടുക്കാനുള്ളതൊന്നും ആയിട്ടില്ല. അത്രമാത്രം പറഞ്ഞ് പിന്നെയൊന്നും സംസാരിക്കാതെ മുത്തശ്ശി കാറെടുത്തിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആമി വല്ലാത്ത നിശബ്ദതയിലേക്ക് പോയി. ഇന്ന് കോളേജിൽ ജോയിൻ ചെയ്യുമെന്നുള്ളതിൻ്റെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു രാവിലെ മുതൽ. അതാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയിരിക്കുന്നത്. അത് ഓർക്കും തോറും വല്ലാത്തൊരു മടുപ്പും വീർപ്പുമുട്ടലും ഒക്കെ തോന്നി ആമിക്ക്. മുത്തശ്ശി, ഇനിയൊന്നും പറയണ്ട ആമി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതും പറയാൻ വന്നത് അവിടെ വെച്ച് തന്നെ നിർത്തി ആമി. അവൾക്ക് ശരിക്കും മനസ്സാകെ വല്ലാത്തൊരു മടുപ്പ് തോന്നി പോകുന്നുണ്ടായിരുന്നു. നിർജീവമായിട്ടായിരുന്നു അവൾ കോളേജിനുള്ളിലേക്ക് കയറിയത്. അഡ്മിഷൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ 2 ഇൻറ്റേർണൽ എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു മോഡൽ എക്സാം നടത്തും. അതിനൊക്കെ വന്ന് കൃത്യമായിട്ട് പങ്കെടുക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോളേജിലേക്ക് തന്നെ അധികൃതരെ വിളിച്ച് ചോദിച്ചറിയാവുന്നതാണ്. അവരുടെ കാര്യങ്ങളും ബാക്കിയെല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തതിന് ശേഷം ആമിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു. മടുപ്പോടുകൂടി തന്നെയാണ് അവർ പറയുന്നതെല്ലാം കേട്ടിരുന്നത്. ശരിക്കു പറഞ്ഞാൽ അവർ പറയുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നത് കൂടി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒന്നും മിണ്ടാതെ കയ്യിലുള്ള ഫയലൊക്കെ ആയിട്ട് ആമി മുറിയിലേക്ക് കയറിപ്പോയി. വല്ലാത്തൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. താൻ അവനോട് പെരുമാറിയത് മോശമായി പോയി, താൻ അനുസരണക്കേട് കാണിച്ചോ ബഹുമാനക്കുറവ് കാണിച്ചോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു കൂടിക്കൊണ്ടിരുന്നു. ഇട്ടിരുന്ന വസ്ത്രം പോലും മാറാതെ ഫയലെടുത്ത് കട്ടിലിലേക്ക് വെച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. ആമി. പെട്ടെന്നാണ് കതകിൽ തട്ടിക്കൊണ്ടുള്ള മുത്തശ്ശിയുടെ ശബ്ദം. ഞെട്ടലോടെ ആമി മുഖമുയർത്തി നോക്കി. മുത്തശ്ശിയാണെന്ന് മനസ്സിലായതും വേഗം പോയി വാതിൽ തുറന്നു. നീ എന്താ ഡ്രസ്സൊന്നും മാറാതിരിക്കുന്നത്? കോളേജിൽ പോയി വന്നതിന് ശേഷം ഇട്ടിരുന്ന വേഷം പോലും അവൾ ഇതുവരെ മാറിയിട്ടില്ല എന്ന് കണ്ടതും മുത്തശ്ശി അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവളോടത് ചോദിച്ചത്. ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ച്. എബിയോട് അങ്ങനെ സംസാരിച്ചതിന് നിനക്കെന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? സാറ പറഞ്ഞത് ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയല്ലേ മുത്തശ്ശി? ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതല്ലേ. പക്ഷേ പലപ്പോഴും ഞാൻ അതിൽ നിന്ന് അതിര് കടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളൊരു തോന്നലൊന്നും വേണ്ട ആമി. എത്രയൊക്കെ പറഞ്ഞാലും അവൻ അത്രയ്ക്കൊന്നും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ നീ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അവൻ പറഞ്ഞതിനൊക്കെ എതിരായിട്ട് നിനക്ക് പറയാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുറ്റബോധമൊന്നും മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവളുടെ ഷോൾഡറിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. മുത്തശ്ശി പോയതും ആമി കതകടിച്ച് ഡ്രസ്സൊക്കെ മാറി. കുറച്ചു സമയം കൂടി മുറിയിൽ അങ്ങനെ ഇരുന്നപ്പോൾ അവനോടൊരു സോറി എങ്കിലും പറയണം എന്നൊരു തീരുമാനം അവൾ മനസ്സിലെടുത്തിരുന്നു. അതിന് അവൻ തന്നോട് ഏത് രീതിയിൽ പെരുമാറിയാലും താൻ ചെയ്തത് തെറ്റാണ് എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു സോറി അവനോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് അവളുടെ മനസ്സ് പല ആവർത്തി അവളോട് തന്നെ പറഞ്ഞു.
രാവിലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി കോളേജിൽ പോയി തിരികെ വന്നതിന് ശേഷം ആമി എബിയെ പിന്നെ കണ്ടിട്ടില്ല. അവൻ മുകളിൽ മുറിയിലുണ്ടോ അതോ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ആമി ആ ദിവസം എങ്ങനെയോ കഴിപ്പിച്ചെടുത്തു. എന്നിട്ടും എബി വന്നിട്ടില്ല. പുറത്ത് വണ്ടി കൂടി കിടക്കുന്നത് കാണാതെയായതും എബി എങ്ങോട്ടോ പോയിരിക്കുകയാണെന്ന് ആമിക്ക് മനസ്സിലായി. രാത്രി ഏകദേശം 9 മണിയാകുമ്പോഴേക്കും മുത്തശ്ശി കിടക്കും. അതേ സമയത്ത് തന്നെ ആമിയും മുറിയിലേക്ക് കയറാറുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ശനിയാഴ്ചയോ മറ്റോ പോയി പഠിക്കാനുള്ള ബുക്കുകളൊക്കെ വാങ്ങണം. BA എക്കണോമിക്സ് ആണ് എടുത്തിരിക്കുന്നത്. പഠിക്കാനുള്ളതെല്ലാം ബുക്കിൽ നോക്കിയും അതുപോലെ ഫോണിലെ ക്ലാസ്സുകൾ കണ്ടു നോക്കിയും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോൾ കൂട്ടത്തിൽ എബിയും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. കൂട്ടത്തിൽ അവസാനമായി മുത്തശ്ശി എബിയുടെ അമ്മയെക്കുറിച്ച് പറയുന്നതും അവളുടെ മനസ്സിൽ കരടായി കിടക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചിന്തയും അവളുടെ മനസ്സിൽ നിറഞ്ഞു. പക്ഷേ അത് മുത്തശ്ശിയോട് ചോദിക്കേണ്ട കാര്യം തനിക്കില്ലല്ലോ എന്നും അവളുടെ മനസ്സ് വിപരീതമായി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ആദ്യം ഫോൺ എടുത്തില്ല. എങ്കിലും പിന്നെയും ഫോൺ അടിക്കുന്നത് കേട്ടതും അവൾ ഫോൺ എടുത്തു നോക്കി. തനിക്ക് ആ നമ്പർ ഇതുവരെ കണ്ടു പരിചയം പോലും ഇല്ല. അതിൽ നിന്നാണ് കോള് വരുന്നത്. എടുക്കണോ വേണ്ടയോ എന്ന് പല ആവർത്തി ചിന്തിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ വീണ്ടും ഫോൺ കട്ടായിരുന്നു. ഫോൺ കട്ടായതിനു ശേഷമാണ് ഇനി കോളേജിൽ നിന്നെങ്ങാനും ആണോ ആരെങ്കിലും ഫോൺ വിളിച്ചത് എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ നിറഞ്ഞത്. പക്ഷേ സമയം അവളത് നോക്കി. രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് കോളേജിൽ നിന്നൊക്കെ ആര് വിളിക്കാനാണ്? കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് വീണ്ടും കോള് വരുന്നത്. ഇത്തവണ എന്തായാലും എടുത്തു കളയാമെന്ന് കരുതി അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ആമി. മറുവശത്ത് നിന്ന് അവൾക്ക് പരിചയമുള്ളൊരു പുരുഷ ശബ്ദം. പെട്ടെന്നൊരു നിമിഷം അത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിലും കേട്ട് പരിചയമുള്ള ശബ്ദമാണെന്ന് അവൾക്ക് മനസ്സിലായി. പവൻ. പെട്ടെന്ന് അവളുടെ ചുണ്ടുകളിൽ ആ പേരുയർന്നു. ഹലോ ആമി. ആമി തന്നെയല്ലേ ഇത്? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ പവനാണ്. മനസ്സിലായോ? ആ, ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അവൻ ചോദിച്ചതിന് ആമി തിരികെ മറുപടി കൊടുത്തു. സുഖാണോ തനിക്ക്? സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയാം. ആ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ ഏട്ടാ, പറഞ്ഞോളൂ. അതോ, ഹരിയുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ആമി എന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ദിവസം കൃത്യമായിട്ട് ഞാനത് കൊണ്ടുവന്ന് തരാമായിരുന്നു. അവൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊരു കാര്യം അവളുടെ ഓർമ്മയിലേക്ക് പോലും വരുന്നത്. ഞാൻ അടുത്ത ആഴ്ച വരാം. പിന്നെന്താ, എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? അതോ, കീരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇടുക്കിയിലാണ്. അതിന് പവനൊന്നും മൂളി. പിന്നെ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയേ എനിക്ക് വരാൻ പറ്റുള്ളൂ. എനിക്കും ശനിയാഴ്ച വരാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞതും ആമിയും തിരികെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ ഞാൻ പേപ്പറുകളെല്ലാം എടുത്തു വെച്ച് കൊണ്ടുവന്ന് തരാം കേട്ടോ. ആമി സമ്മതിച്ചതും കൂടുതൽ സംസാരിച്ച് വെറുതെ വലിച്ചു നീട്ടാതെ പവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതി ആമി അപ്പോൾ തന്നെ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തുനിന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. എബി പുറത്തു പോയിരിക്കുകയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി ഗേറ്റ് അടച്ചിട്ടില്ല. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് എബിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിലും വാതിൽ അടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. മുന്നിലെ വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ടതും ആമി തന്നെ വാതിൽ തുറന്നു കൊടുക്കാം എന്ന് കരുതി അങ്ങോട്ട് നടന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.